മിസ്റ്റർ ഷഫീഖ്, ഇപ്പോഴത്തെ നാട്ടിൽ ലഹരി ഉപയോഗം വളരെ കൂടുതലാണോ? അതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? ലഹരി നമ്മുടെ നാട് പൊതുവേ നമ്മൾ മദ്യമായിരുന്നു നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഒരു ലഹരി എന്നിട്ട് നമ്മൾ കണക്കാക്കപ്പെടുന്നത്. പക്ഷേ പിന്നെ നമ്മൾ കേട്ടത് കഞ്ചാവായിരുന്നു. കഞ്ചാവ് കൃഷി ചെയ്തിട്ട് കുറേ ആൾ പിടിച്ചെന്നുള്ളത്. ഇപ്പോൾ വിദേശ നിർമ്മിത അഥവാ വിദേശത്ത് നിന്ന് ഇങ്ങനെ ഇറക്കുമതി ചെയ്യുന്ന തരത്തിലുള്ള പല നമുക്ക് പേര് പോലും കേട്ടാൽ അറിയാത്ത തരത്തിലുള്ള പല ലഹരി വസ്തുക്കളാണ് നമ്മുടെ നാട്ടിലേക്ക് സുലഭമായി വരുന്നത്. മുൻകാലങ്ങളിൽ ഇത്തരം ലഹരി ഉപയോഗിച്ചിരുന്നത് ഒരു 30 വയസ്സിന് മുകളിലുള്ള അതല്ലെങ്കിൽ പ്രായപൂർത്തി 18 വയസ്സിന് അല്ലെങ്കിൽ പ്രായപൂർത്തിക്ക് മുകളിലുള്ള കുട്ടികളായിരുന്നു. പക്ഷേ ഇന്ന് വളരെ സ്കൂൾ കുട്ടികളുടെ ഇടയിൽ പോലും ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്നു. നമുക്കറിയാം, തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട്ടിലുള്ള ഒരു 24-25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് കുടുംബത്തിലുള്ള 5 പേരെ കൊന്നത്. വളരെ മൃഗീയമായി, യാതൊരു വിധത്തിലുള്ള ഒരു സഹാനുഭൂതിയോ ഇല്ലാതെ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കേവലം നിയമം ഉപയോഗിച്ചുകൊണ്ട് ഈ ലഹരി വസ്തുക്കളെ ഇല്ലാതാക്കാൻ എത്രമാത്രം അത് നടക്കുമെന്നറിയില്ല. നിയമം ഇവിടെ സ്ട്രോങ് ആണ്, അതേപോലെ തന്നെ നിയമം വളരെ ലളിതവുമാണ്. ചില കേസുകളിലൊക്കെ 1 മണിക്കൂർ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കിട്ടിയിട്ട് പുറത്തിറങ്ങുന്ന കേസുകളാണ് കൂടുതൽ കാണുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത്, ഈ ലഹരിക്കെതിരെ ലഹരി ഇല്ലാതാക്കാൻ ഇന്ന് നിലവിൽ പോലീസ് ഗവൺമെൻറ് സംവിധാനത്തോടൊപ്പം ഏറ്റവും കൂടുതൽ ഇത് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കേരളത്തിലെ യുവജന പ്രസ്ഥാനങ്ങൾക്കാണ്. പ്രത്യേകിച്ചും കേരളത്തിലെ യുവജന പ്രസ്ഥാനങ്ങൾ വളരെ ശക്തമാണ്. സംഘടനാപരമായിട്ടും വേണ്ടി വന്നാൽ കായികപരമായിട്ട് പോലും നേരിടാൻ പറ്റിയ ശക്തമായിട്ടുള്ള യുവജന പ്രസ്ഥാനങ്ങൾ കേരളത്തിലുണ്ട്. അത് ഏത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, അത് DYFI ആയാലും യൂത്ത് കോൺഗ്രസ് ആയാലും യൂത്ത് ലീഗ് ആയാലും യുവമോർച്ച ആയാലും AYF ആയാലും അതുപോലെ തന്നെ പ്രാദേശിക സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ, യുവജന പ്രസ്ഥാനങ്ങൾ അവർ നേരിടണം. ഈ പോലീസ് സംവിധാനത്തോടൊപ്പം തന്നെ യുവജന പ്രസ്ഥാനങ്ങൾ വളരെ ശക്തമായിട്ട് ഇത്തരത്തിലുള്ള കേസുകൾ, ഏതെങ്കിലും രീതിയിലുള്ള ഈ ദുരുപയോഗം ഈ ലഹരി ഉപയോഗിക്കുന്നത്, ലഹരി വിൽപ്പന നടത്തുന്ന ആളെ കണ്ടെത്തി വേണ്ടി വന്നാൽ നിയമത്തെ മാറ്റിവെച്ചുകൊണ്ട് നല്ലോണം കൈകാര്യം ചെയ്താൽ, ശാരീരികമായി കൈകാര്യം ചെയ്താൽ മാത്രമേ ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗം തടയാൻ സാധിക്കൂ എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ബോധവൽക്കരണം കൊണ്ട് എത്രമാത്രം ഇതിനെ ഇല്ലാതാക്കാം. ബോധവൽക്കരണം എത്രയോ വർഷക്കാലമായി നടന്നു. ബോധവൽക്കരണം ആൾക്ക് വേണ്ട. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന നിയമം വളരെ ശക്തമാകണം. അതോടൊപ്പം തന്നെ കേരളത്തിലെ കക്ഷി രാഷ്ട്രീയത്തിൽ കൊടിനിറങ്ങൾക്കപ്പുറം എല്ലാവരും ഒന്നിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ ഒരു വിപത്തിനെതിരെ, നമ്മുടെ നാടിനെ കാർന്നു നിന്ന ലഹരി ഉപയോഗത്തിനെതിരെ ശക്തമായിട്ട് പോരാട്ടങ്ങൾ സംഘടിപ്പിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം.